ഗരുഡന്റെ സ്വപ്നം. ചിത്രരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്സിന്റെ CLW വിശാലമായ ഷെഡിൽ ഇരുമ്പും വൈദ്യുതിയും ചേർന്ന് ഒരു പുതിയ ഇതിഹാസം പിറവിയെടുക്കുകയായിരുന്നു. 80കളുടെ അവസാനം വരെ ഇന്ത്യൻ റെയിൽവേയുടെ വേഗയുടെ മുഖമായിരുന്ന വാപ്പ് 4 എഞ്ചിനുകളുടെ പിൻഗാമി. ഇവന് അവർ വാപ്പ് 6 എന്ന് പേരിട്ടു. വൈഡ് ബ്രോഡ് ഗേജ്, AC കറന്റ്, പാസഞ്ചർ 6TH ജനറേഷൻ. 6 എന്ന സംഖ്യ അവനിൽ ഒരുപാട് പ്രതീക്ഷകളാണ് നൽകിയത്. ഗരുഡൻ എന്നായിരുന്നു റെയിൽവേ എഞ്ചിനീയർമാർ രഹസ്യമായി അവനെ വിളിച്ചത്. കാരണം അവന്റെ രൂപം തന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. വളഞ്ഞ നെറ്റിത്തടവും കൂർത്ത മുൻഭാഗവും 160 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനെ കീറിമുറിക്കാൻ പോന്ന ശരീരഘടനയും. അക്കാലത്ത് ഇന്ത്യയിലെ ഒരു തീവണ്ടി എഞ്ചിനും അവകാശപ്പെടാൻ കഴിയാത്ത വേഗയായിരുന്നു അത്. 22,401 എന്ന നമ്പറോടുകൂടി ഗരുഡൻ ആദ്യമായി ട്രാക്കിലിറങ്ങിയപ്പോൾ കൽക്കത്തയിലെ ഹൗറ ഷെഡിൽ വലിയ ആഹ്ലാദമായിരുന്നു. വേഗയുടെ പുതിയ മുഖം. എഞ്ചിനീയർമാർ പറഞ്ഞു, ഇന്ത്യയുടെ തീവണ്ടി ഗതിയെ ഇവൻ മാറ്റിമറിക്കും. രാജധാനി എക്സ്പ്രസ്സുകൾ ഇനിയെങ്ങും പറക്കും. ഗരുഡനും ആ സ്വപ്നം സ്വന്തം വയറിലെ ട്രാൻസ്ഫോർമറുകളിൽ കൊണ്ടുനടന്നു. അവന്റെ ശക്തി 5000 കുതിരശക്തിക്ക് മുകളിലായിരുന്നു. അവന്റെ ബോഗികളിലെ ഫ്ലെക്സിഗോയിൽ സസ്പെൻഷനുകൾ വേഗയുടെ ആഘാതങ്ങളെ അതിജീവിക്കാൻ രൂപകൽപ്പന ചെയ്തതായിരുന്നു. അവന്റെ ഉള്ളിലെ ഓരോ യന്ത്രഭാഗവും കാറ്റും വെളിച്ചവും ഭാരമില്ലായ്മയും മാത്രം സ്വപ്നം കണ്ടു. വേഗയുടെ വിധിയെഴുത്ത്. പരീക്ഷണയോട്ടത്തിന്റെ ദിവസം വന്നു. സൂര്യരശ്മികൾ ട്രാക്കിൽ സ്വർണം പൂശിയ ഒരു പ്രഭാതം. ദീർഘദൂര പാതയിൽ ഭാരം കുറഞ്ഞ കോച്ചുകളുമായി ഗരുഡൻ കുതിച്ചു. ആദ്യത്തെ 100 കിലോമീറ്റർ അവൻ നിസ്സാരമായി മറികടന്നു. 120, 130. എഞ്ചിനീയർമാരുടെ കണ്ണുകൾ പ്രതീക്ഷയിൽ വിടർന്നു. 140 കടന്നപ്പോൾ ട്രാക്കിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടു തുടങ്ങി. ശക്തി കൂട്ടു. 160 ആണ് ലക്ഷ്യം. കൺട്രോൾ റൂമിൽ നിന്ന് നിർദ്ദേശം വന്നു. ഗരുഡൻ അവസാന ശക്തിയും സംഭരിച്ചു മുന്നോട്ടാഞ്ഞു. അവന്റെ ട്രാൻസ്ഫോർമറുകൾ ചൂടുപിടിച്ചു. ചക്രങ്ങൾ ട്രാക്കിൽ ഉരസി ചെറിയ തീപ്പൊരികൾ ചിതറി. 150, 155. എന്നാൽ ട്രാക്കിലെ വളവുകളിലും റെയിലിന്റെ ചെറിയ വ്യതിയാനങ്ങളിലും അവന്റെ രൂപകൽപ്പന പ്രതീക്ഷിച്ച സുരക്ഷ നൽകിയില്ല. 160 കിലോമീറ്റർ എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ അവൻ ആഗ്രഹിച്ചെങ്കിലും അവന്റെ ശരീരം വിറച്ചു. ഭയത്തോടെ എഞ്ചിനീയർമാർ എഞ്ചിൻ നിശ്ചലമാക്കി. ആഴ്ചകൾ നീണ്ട പരീക്ഷണങ്ങൾക്കൊടുവിൽ വിധി വന്നു. ഈ എഞ്ചിനുകൾക്ക് 105 കിലോമീറ്റർ വേഗതയിൽ കൂടുതൽ സുരക്ഷിതമായി ഓടാൻ സാധ്യമല്ല. ഗരുഡന്റെ സ്വപ്നം തകർന്നു. 160 പറക്കാൻ വന്നവൻ 105 ഒതുങ്ങി. അവൻ കേവലം ഒരു പരാജയമായി. അവന്റെ വർഗത്തിൽ പിറന്ന 17 എഞ്ചിനുകൾക്കും ഇതേ വിധി വന്നുചേർന്നു. വേഗയുടെ സിംഹാസനം വാപ്പ് 4 കൾക്ക് തന്നെയായി. വാപ്പ് 6 എന്ന പേര് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ ഒരു വിചാരിച്ച പോലെ ആയില്ല എന്ന കുറിപ്പായി മാറി. നിഴലിലെ ജീവിതം. ഗരുഡൻ പിന്നെയെപ്പോഴും നിഴലിലായിരുന്നു. രാജധാനികളെയും ശതാബ്ദികളെയും വലിക്കാൻ അവന് അനുമതിയുണ്ടായിരുന്നില്ല. പകരം യാത്രക്കാരുടെ തിരക്കില്ലാത്ത പതിയെ നീങ്ങുന്ന ജനതാ എക്സ്പ്രസ്സുകളും പ്രാദേശിക ഫാസ്റ്റ് പാസഞ്ചറുകളും അവനെ കാത്തിരുന്നു. അവന്റെ അതിവേഗ ബോഗികൾക്ക് ഇപ്പോൾ ഭാരം താങ്ങാനുള്ള ശക്തി മാത്രമേ കാണിക്കേണ്ടി വന്നുള്ളൂ. അവന്റെ കൂട്ടുകാരായ വാപ്പ് 4 കൾ പാഞ്ഞു പോകുമ്പോൾ ഹൗറ ഷെഡിലെ മൂലയിലിരുന്ന് ഗരുഡൻ നെടുവീർപ്പിട്ടു. വാപ്പ് 6 എന്ന അവന്റെ പേര് ഒരു ശാപമായി തോന്നി. ഞാൻ വേഗയുടെ 6ാം തലമുറയാകേണ്ടവനായിരുന്നു, അവൻ സ്വയം മന്ത്രിച്ചു. വർഷങ്ങൾ കടന്നുപോയി. പരാജയപ്പെട്ട ഒരു സ്വപ്നത്തിന്റെ ഭാരവും പേറി ഗരുഡൻ ചുമതലകൾ നിർവഹിച്ചു. അവന്റെ ശരീരം പഴകി, നിറം മങ്ങി. പക്ഷേ ഒരു കാര്യത്തിൽ അവൻ സന്തോഷിച്ചു. താൻ വലിച്ചിരുന്ന എല്ലാ വണ്ടികളെയും അവൻ സുരക്ഷിതമായി ലക്ഷ്യത്തിലെത്തിച്ചു. വേഗത കുറവാണെങ്കിലും വിശ്വസ്തയുടെ കാര്യത്തിൽ അവൻ ഒട്ടും പിന്നിലായിരുന്നില്ല. പുനർജനിയും നിയോഗവും. ഒരു ദിവസം ഷെഡ് സൂപ്രണ്ട് ഒരു തീരുമാനം പ്രഖ്യാപിച്ചു. വാപ്പ് 6 എഞ്ചിനുകൾക്ക് ഉദ്ദേശിച്ച വേഗതയിൽ ഓടാൻ കഴിയില്ല. ഇവയെല്ലാം വാപ്പ് 4 ന്റെ നിലവാരത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. ഗരുഡന് സങ്കടം തോന്നിയില്ല. ഈ വിധി അവൻ പ്രതീക്ഷിച്ചിരുന്നു. ഒടുവിൽ താൻ ആരാകേണ്ടവനായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടി. മെക്കാനിക്കുകൾ ഗരുഡനെ അഴിച്ചുപണിതു. അവന്റെ പ്രത്യേക വേഗക്കായി നിർമ്മിച്ച ബോഗികൾ മാറ്റി വിശ്വസ്തയുടെ പ്രതീകമായ സാധാരണ വാപ്പ് 4 ഫ്ലെക്സിഗോയിൽ ബോഗികൾ സ്ഥാപിച്ചു. അവന്റെ വേഗയുടെ ചിഹ്നങ്ങളെല്ലാം മാഞ്ഞുപോയി. 22,401 എന്ന അവന്റെ നമ്പർ മാറി. അവൻ വാപ്പ് 4 വർഗത്തിലെ ഒരു സാധാരണ അംഗമായി മാറി. അങ്ങനെ ഗരുഡൻ വീണ്ടും ജനിച്ചു. അതിവേഗത്തിന്റെ കിരീടമില്ലാതെ വെറുമൊരു വണ്ടി വലിക്കുന്നവനായി. പിന്നീടുള്ള അവന്റെ യാത്രകളിൽ എഞ്ചിൻ കാബിനിലെ ലോക്കോ പൈലറ്റുമാർ പഴയ കഥകൾ പറയുമായിരുന്നു. ഇവൻ പണ്ടൊരു വാപ്പ് 6 ആയിരുന്നു കേട്ടോ, 160 പറക്കാൻ വന്നവൻ. പക്ഷേ എന്ത് ചെയ്യാം, വിധി വേറെയായിരുന്നു. ഗരുഡൻ അതുകേട്ട് ശാന്തനായി ചിരിക്കും. അവൻ ചിന്തിച്ചു, വേഗത ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ ഒരുപാട് പേരെ സുരക്ഷിതമായി ലക്ഷ്യത്തിലെത്തിക്കുക എന്നതാണ് എന്റെ നിയോഗം. പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത്, ഞാൻ ഇപ്പോൾ കൂടുതൽ ആളുകളുടെ യാത്രയുടെ ഭാഗമാണ്. ഇന്നും ഇന്ത്യൻ റെയിൽവേയുടെ ഏതെങ്കിലും ഉൾനാടൻ സ്റ്റേഷനിലൂടെ ഒരു വാപ്പ് 4 എഞ്ചിൻ പതിയെ കടന്നുപോകുമ്പോൾ
അതിന്റെ മുൻവശത്തെ വിൻഷീൽഡിനു പിന്നിൽ ഒരു പഴയ വാപ്പ് 6 അതായത് ഗരുഡന്റെ സ്വപ്നം ഒളിപ്പിച്ചുവെച്ച ഒരു കഥയുണ്ടാവാം. വേഗയുടെ മത്സരത്തിൽ തോറ്റെങ്കിലും ലക്ഷ്യത്തിൽ എത്തിച്ചേരേണ്ടതിന്റെ പ്രാധാന്യം ലോകത്തെ പഠിപ്പിച്ച ഒരു എഞ്ചിന്റെ കഥ.